ഭൂതത്താൻകെട്ട് ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ വാച്ച് ടവർ സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കും. പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ഇവയുൾപ്പെടെ ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും വഴിയൊരുക്കുന്ന വിവിധ നടപടികൾക്ക് ഭൂതത്താൻകെട്ടിൽ ചേർന്ന യോഗം തീരുമാനമെടുത്തു. ഓണക്കാലത്ത് സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിനോടനുബന്ധിച്ചാണ് പുതിയ തീരുമാനങ്ങൾ നടപ്പാക്കുന്നത്. ജില്ലാ കളക്ടറും MLAയും യോഗത്തിൽ പങ്കെടുത്തു. ഭൂതത്താൻകെട്ട് ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത്. നിയോജകമണ്ഡലത്തിലെ 100 ദിന 30 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികളെടുക്കുന്നത്. ഷിബു തെക്കുംപുറം MLAയുടെ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടർ G. പ്രിയങ്കയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലാണ് വിവിധ തീരുമാനങ്ങളെടുത്തത്. ഓണക്കാലത്ത് സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിന് മുന്നോടിയായി വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന വാച്ച് ടവർ നവീകരിക്കുകയും സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുകയും ചെയ്യും. പൂന്തോട്ടം മോടിപിടിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ അനുവദിച്ചു. വാക്വേയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി സന്ദർശകർക്ക് സൗകര്യമൊരുക്കും. റെസ്റ്റോറന്റ് തുറക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സ്വകാര്യ ഏജൻസികൾക്കോ കുടുംബശ്രീക്കോ നടത്തിപ്പ് ചുമതല കൈമാറും. ബോട്ടിംഗ്, പെഡൽ ബോട്ടിംഗ് എന്നിവയ്ക്കുള്ള സാധ്യതയും പരിശോധിക്കും. ഭൂതത്താൻകെട്ടിന്റെ അഭിമാനമായ പാർക്ക് ഉടനെ തന്നെ നവീകരിക്കാനുള്ള ഒരു തീരുമാനമാണ് ആദ്യമേ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു മാസത്തിനകം ആ പാർക്ക് നവീകരിച്ച് ഏറ്റവും മികച്ച പാർക്കുകളിൽ ഒന്നാക്കി അതിനെ മാറ്റും. അതോടൊപ്പം തന്നെ വാച്ച് ടവർ അത് നിർമ്മിച്ചിട്ട് ഇതുവരെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. സർക്കാരിൻ്റെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് തന്നെ ഓണത്തിന് ആ വാച്ച് ടവർ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കും. DTPCയുടെ സഹായത്തോടു കൂടിയാണ് ഭൂതത്താൻകെട്ടിൻ്റെ വികസനം ഇത്രയും കാലം നമുക്ക് സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ DTPCയുടെ നേതൃത്വത്തിൽ നമ്മുടെ അടഞ്ഞുകിടക്കുന്ന റെസ്റ്റോറൻറ്റ് അത് തുറക്കുവാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. പോലീസ് എയ്ഡ് പോസ്റ്റ് പുനരാരംഭിക്കാൻ യോഗം തീരുമാനിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം തുടങ്ങിയ ശേഷം എയ്ഡ് പോസ്റ്റ് അടച്ചുപൂട്ടിയിരുന്നു. കുടുംബസമേതം സന്ദർശിക്കാവുന്ന ആധുനിക വിനോദസഞ്ചാര കേന്ദ്രമായി ഭൂതത്താൻകെട്ടിനെ വികസിപ്പിക്കുമെന്ന് ഷിബു തെക്കുംപുറം MLA വ്യക്തമാക്കി. ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വലിയ വളർച്ചയാണ് ഭൂതത്താൻകെട്ടിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നിയന്ത്രിക്കുവാനും ഫലപ്രദമായ സുരക്ഷിതത്വം ഉറപ്പാക്കാനും ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് നേരത്തെ ഭൂതത്താൻകെട്ടിൽ ഉണ്ടായിരുന്നു. അത് പുനഃസ്ഥാപിക്കാൻ നമ്മൾ ഈ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ നിർണായകമായ തീരുമാനങ്ങൾ എടുത്ത ഒരു യോഗമാണ് ഇന്നിവിടെ ചേർന്നത്. ഭൂതത്താൻകെട്ടിലെ എല്ലാ പഴയ സൗകര്യങ്ങളും കൂടുതൽ സജീവമാക്കി ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ നിലയിൽ തീർക്കുക എന്ന തീരുമാനം എടുക്കുമ്പോൾ ഈ വർഷത്തെ ഓണത്തിന് വളരെ നല്ല നിലയിലുള്ള ക്രമീകരണങ്ങൾ നടത്താൻ തന്നെയാണ് പെരിയാർവാലിയുമായി ബന്ധപ്പെട്ടും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജോർജ് എന്നിവരും ത്രിതല പഞ്ചായത്തിലെ മറ്റു ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും DTPCയിലെയും പെരിയാർവാലിയിലെയും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. GTV ന്യൂസ്, കോതമംഗലം.